ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 34-ാം തിരുവചനത്തില് ഈശോയുടെ ഒരു വിലാപം പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറയും കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്ര പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ ജെറുസലേമിനെ ചേർത്ത് പിടിക്കുവാനായിട്ട് ഒത്തിരി പ്രാവശ്യം ദൈവം ആഗ്രഹിച്ചു, പക്ഷേ അവർ മറുതലിച്ചു എന്ന് പറയാം. സങ്കടത്തോടു കൂടി ഈശോ പറയുക. പിന്നീട് ഈശോ ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ചൊക്കെ പറയുക. ദൈവം നൽകിയ നന്മകളെയെല്ലാം തട്ടിയെറിഞ്ഞു പോയ ഒരു ജനതതി, പിന്നീട് ആ ജനതതി എത്രമാത്രം തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കണം, ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുക. കൊച്ചലേസ്യ പുണ്യവതി ജീവിതത്തിലേക്ക് നോക്കിയിട്ട് കഠിന പാപികളെയെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നിരാകരിച്ചുകൊണ്ട് കടന്നു പോകുന്നവർ, ദൈവത്തിൻ്റെ പദ്ധതികളുമായിട്ട് മറുതലിക്കുന്നവരെല്ലാം കണ്ടിട്ട് കൊച്ചലേസ്യ പുണ്യവതി പറയുകയാണ്, അവരെല്ലാം സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ തരാത്ത സ്നേഹത്തിന് പകരം കൂടി ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കും. മറുതലിക്കുന്നവർക്ക് വേണ്ടി കൂടി അവൾ പരിഹാരം ചെയ്യുക. എങ്ങനെയാ? അതിനും കൂടി വേണ്ടി ഈശോനെ സ്നേഹിച്ചു. കാരണം ഈശോയ്ക്കുള്ള സ്നേഹം കുറഞ്ഞു പോകാൻ പറ്റത്തില്ല. അവന് അവളൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടില്ല, ഈശോയെ അതിനും കൂടി വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കും. ജീവിതത്തിലേക്ക് നോക്കണം. ഈശോയുടെ സ്നേഹം നിന്നിൽ വർദ്ധിക്കട്ടെ. ഈശോയുടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ നൽകപ്പെടുന്ന കൃപകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് സാധിക്കും. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൊണ്ട്. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കരുത്. നീ നൽകുന്ന എല്ലാ കൃപാവരങ്ങൾക്കും ജീവിതത്തിൽ നന്ദിയോടുകൂടി ജീവിക്കുവാനായിട്ട് അനുഗ്രഹിക്കണം. സർവ്വവിധ നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ,